ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാസംഗമത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ ജീവൻ നിത്യയുടെ റൂമിൽ തട്ടുകയാണ്. നിത്യ കതക് തുറന്നു വരുമ്പോഴേക്കും ജീവന്റെ മുഖം പൊത്തി ആരോ കൊണ്ടുപോകുന്നുണ്ട്. നിത്യ കതക് തുറന്നു നോക്കുമ്പോൾ ആരെയും വെളിയിൽ കാണുന്നില്ല. ശേഷം കാണിക്കുന്നത് ചന്ദ്രികയും വന്ദനയുമാണ്. ചന്ദ്രിക വന്ദനയും കൂട്ടി മാധവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മാധവനോട് പറയുന്നുണ്ട്, നമ്മുടെ മകൾ നമ്മളെ ചതിച്ചെന്ന്, ഇവളുടെ കഴുത്തിൽ താലിയുണ്ടെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മനോജും പ്രകാശനും വരുന്നുണ്ട്. അവർ രണ്ടും വന്ദനയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രകാശൻ വന്ദനയെ അടിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്കറിയാത്ത ഒരാളുടെ താലിയാണെങ്കിൽ നീ എന്തിനാണ് ഇത്രയും നാളും ഇട്ടുകൊണ്ട് നടന്നത്? പൊട്ടിച്ച് കളയാമായിരുന്നല്ലോ. അപ്പൊ നിനക്ക് ആളെ അറിയാം, നീ സത്യം പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു. മനോജും വന്ദനയെ കുറ്റപ്പെടുത്തുകയാണ്. ബാക്കിയുള്ളവരെ ഭയങ്കര ഉപദേശമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ മാധവൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. ഇതെല്ലാം പെട്ടെന്ന് ചന്ദ്രിക ഓർത്തതാണ്. മാധവനോട് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടില്ലായിരുന്നു. ചന്ദ്രിക വന്ദനയോട് പറയുന്നുണ്ട്, തൽക്കാലം ഈ കാര്യങ്ങളൊന്നും അച്ഛനോട് പറയണ്ട, അച്ഛന് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് സുജാതയാണ്. സുജാത മനസ്സിൽ വിചാരിക്കുകയാണ്, നിത്യയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നൊക്കെ. സുജാതയുടെ അടുത്തേക്ക് ഹരിയുടെ അമ്മാവൻ വരുന്നുണ്ട്. ഹരിയുടെ അമ്മാവൻ സുജാതയോട് പറയുന്നുണ്ട്, എനിക്ക് സുജാതയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന്. എനിക്ക് ഹരിയും പത്മയുമായിട്ടുള്ള വിവാഹം നടത്തണമെന്ന ആഗ്രഹമുണ്ട്. ഹരി നല്ല പയ്യനാണെന്നൊക്കെ പറയുന്നു. സുജാതയ്ക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. സുജാത എപ്പോൾ പറയുന്നുണ്ട്, ഞാനും ആഗ്രഹിച്ച കാര്യമാണ്, എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണമെന്നൊക്കെ പറയാണ്. സുജാത പറയുന്നുണ്ട്, യാഗം അവസാനിക്കുമ്പോൾ ഭദ്രദീപം കത്തിക്കുന്നുണ്ട്. അപ്പോൾ ചേരേണ്ടവരെയൊക്കെ ചേർക്കേണ്ട സമയമാണ്. ആ സമയത്ത് നമുക്ക് മോളെയും ഹരിയും ഒന്നിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ജീവനെയാണ്. ജീവന്റെ രണ്ട് കൈയും കൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വായിൽ പ്ലാസ്റ്ററും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ജീവനെ ബന്ധിച്ചിരിക്കുന്നത് കാതറും ഗുണ്ടകളുമാണ്. കാതറും ഗുണ്ടകളും സംസാരിക്കുന്നത് ജീവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട്, വന്ദനയുടെ ഫാമിലി ഇന്നില്ലാതാക്കണമെന്ന്. ഇന്നിവിടെ രാക്ഷസന്റെ വിഗ്രഹം കത്തിക്കുന്ന സമയത്ത് അവരുടെ കുടുംബവും കത്തിത്തീരണമെന്നൊക്കെ പറയുന്നു. ഇപ്പം നമ്മളെ സഹായിക്കാൻ ഒരാൾ വരുമെന്നൊക്കെ പറയുകയാണ്. പറഞ്ഞു തീരുമ്പോഴേക്കും പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട്. പ്രകാശൻ കാദറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന്. കാദർ അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു കോൾ തരാമെന്ന് പറഞ്ഞിട്ട് സാഗറിനെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. സാഗർ പ്രകാശിനോട് പറയുന്നുണ്ട്, ഈ ഗുണ്ടകൾ എന്റെ ആൾക്കാരാണെന്ന്. എനിക്ക് ദിയമോളെ വേണമെന്ന് പറയുന്നുണ്ട്, രാഗിക്ക് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. പ്രകാശൻ ഇനിയും അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു. സാഗർ അപ്പോൾ പറയുന്നുണ്ട്, ഇത് നമുക്ക് സംസാരിച്ച് തീർക്കാം. പ്രകാശൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ആ രാക്ഷസ നിഗ്രഹം നടക്കുന്ന സ്ഥലത്തേക്ക് ഫാമിലിയിലുള്ള എല്ലാവരെയും കൊണ്ടുവരണമെന്ന് പറയുന്നു. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുള്ള പൈസയും ഞാൻ ഗുണ്ടകളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സാഗർ പറയുന്നത് കേട്ടിട്ട് പ്രകാശൻ അതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. പ്രകാശൻ ഫോൺ വെച്ചതിന് ശേഷം ഗുണ്ടകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഞാൻ അവരെ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പ്രകാശൻ പോയി കഴിഞ്ഞിട്ട് കാദറും ഗുണ്ടകളും ചിരിക്കുകയാണ്. കാദർ പറയുന്നുണ്ട്, അവനൊന്നും അറിയാതെയാണ് പോയിരിക്കുന്നത്, അവനും അവന്റെ കുടുംബവും കത്തിത്തീരാൻ പോവുകയാണെന്ന് അവൻ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷെ ഈ സംസാരിക്കുന്നതെല്ലാം ജീവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ജീവൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണ്. പ്രകാശൻ ചന്ദ്രികയുടെയും മാധവന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് മാറി നിൽക്കാമെന്ന്. ചന്ദ്രികയും മാധവനും വന്ദനയും എല്ലാവരും പോകുന്നത് കണ്ടിട്ട് നിത്യയുടെ ഫാമിലിയും അവരുടെ കൂടെ ചെല്ലുകയാണ്. എല്ലാവരും രാക്ഷസനെ കത്തിക്കുന്ന സ്ഥലത്തെത്തുന്നുണ്ട്. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് ആദിയും കല്യാണിയും ദിയമോളും ആണെങ്കിൽ മുൻപോട്ട് നടക്കുന്നുണ്ട്. അവിടെ ഗുണ്ടകൾ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ആ ഗുണ്ടകളാണെങ്കിൽ പറയുന്നുണ്ട്, ഇവിടെ വെടിമരുന്ന് വിതറിയിട്ടുണ്ട്, രാക്ഷസനെ കത്തിക്കുന്ന സമയത്ത് അതിനും തീ കൊളുത്തും, എല്ലാവരും കത്തി നശിക്കുമെന്നൊക്കെ പറയുന്നു. ആദി കല്യാണിയോടും ദിയമോളോടും പറയുന്നുണ്ട്, ജഗൻ അങ്കിളിനോടും അതുപോലെ ഹരി അങ്കിളിനോടും ഈ കാര്യം പോയി പറയാനെന്ന്. കുട്ടികൾ രഹസ്യമായിട്ട് രണ്ടുപേരോടും പോയി പറയുന്നുണ്ട്. രണ്ടുപേരും വന്നിട്ട് ഗുണ്ടകളെ തല്ലിച്ചതയ്ക്കുകയാണ്. അതേസമയത്ത് ജീവനും രക്ഷപ്പെട്ട് അവിടേക്ക് വരുന്നുണ്ട്. ജീവനും കാദറിനെ അടിക്കുകയാണ്. എല്ലാ ഗുണ്ടകളെയും അടിച്ചൊതുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസും അവിടേക്ക് വരുന്നു. പോലീസ് വന്നിട്ട് ഗുണ്ടകളെ എല്ലാം പിടിച്ചുകൊണ്ടു പോകുന്നു. ശേഷം തിരുമേനി രാക്ഷസന്റെ വിഗ്രഹം കത്തിച്ചു വിടുന്നുണ്ട്. അടുത്ത ദിവസം നിത്യ സുജാതയോട് പറയുന്നുണ്ട്, അമ്മയ്ക്കല്ലായിരുന്നോ നിർബന്ധം യാഗത്തിന് പങ്കെടുക്കണമെന്ന്, എന്നിട്ട് ഇവിടെ മൊത്തം ബഹളവും അടിയുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു. അവിടേക്ക് ചന്ദ്രികയും മാധവനും വന്ദനയും ഒക്കെ വരുന്നുണ്ട്. ചന്ദ്രിക സുജാതയോട് പറയുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും നിന്നെ കാണാൻ പറ്റില്ലോ എന്നൊക്കെ. എന്തായാലും ഈ യാഗത്തിന് വന്നതോടുകൂടി നിന്റെ ലൈഫിൽ നല്ലതേ നടന്നിട്ടുള്ളൂ എന്നൊക്കെ സുജാതയോട് പറയാണ്.
സുജാതയും അപ്പോൾ പറയുന്നുണ്ട് ഈ യാഗത്തിലൂടെ നന്മ മാത്രമാണ് ഉണ്ടായതെന്നൊക്കെ. ചന്ദ്രികയും മാധവനും പറയുന്നുണ്ട് ഞങ്ങൾ പോവുകയാണെന്ന്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്